പാടശേഖരങ്ങളിൽ മദ്യക്കുപ്പികൾ വലിച്ചെറിഞ്ഞ് മദ്യസംഘങ്ങൾ. കുപ്പിച്ചില്ല് തറച്ച് കാലും കയ്യും മുറിഞ്ഞ് കർഷകരും കർഷക തൊഴിലാളികളും. വെസ്റ്റ് ധനുകുളം, കോന്തിപ്പുലം പാടശേഖര സമിതികളാണ് മദ്യപാനികളുടെ ക്രൂര വിനോദത്തിന്റെ ഇരകൾ. പാടശേഖരങ്ങളിൽ ചില്ല് വിതയ്ക്കുന്ന മദ്യപ സംഘങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് കർഷകർ. നന്ദിക്കര മാപ്രാണം റോഡിന്റെ ഇരുവശങ്ങളിലുമായി പരന്നുകിടക്കുന്ന വെസ്റ്റ് ധനുകുളം, കോന്തിപ്പുലം പാടശേഖരങ്ങളിലാണ് മദ്യപ സംഘങ്ങൾ വലിച്ചെറിഞ്ഞ ചില്ലുകുപ്പികൾ മൂലം പാടത്തിറങ്ങി പണിയെടുക്കുന്ന കർഷകർക്ക് മുറിവേൽക്കുന്നത്. പാരമ്പര്യമായിട്ട് ചെറുപ്പത്തിലെ മുതലേ 10 വയസ്സ് തൊട്ട് കൃഷി ചെയ്യുന്ന ആളാണ്. നമ്മളൊരു സെപ്റ്റംബർ മാസം തൊട്ട് കൃഷി ചെയ്യും. സെപ്റ്റംബർ തൊട്ട് തുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ മാർച്ച് വരെ ഞങ്ങൾ പണിയെടുത്താലും എന്തെങ്കിലും കിട്ടുള്ളൂ. അന്ന് തന്നെ കർഷകന് ഇപ്പോഴും കണ്ണീരും കൈയാണ്, പൊതുവെ ആൾക്കാർ അങ്ങനെ പറയാം. ഇതിൻ്റെ ഇടയിൽ നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പുല്ല് വാരുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഇതിൽ കിടന്ന് നടന്ന് മുട്ടിനൊപ്പം ചേറിലാണ് വൈകിട്ട് വരാൻ നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ കുടിച്ച് കഴിഞ്ഞിട്ട് കുടി കഴിഞ്ഞിട്ട് സമാധാനം തെറ്റുമ്പോൾ കുപ്പി ഉടച്ച് കണ്ടത്തിലേക്ക് വീക്കുക. അത് പറക്കി കളയുന്ന ഞങ്ങളുടെ പണി. അത് ഇവിടെ ആരും അന്വേഷിക്കാനില്ല. എൻ്റെ കൈ ഇതിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ പണിയെടുത്ത് ചണ്ടി വാരിക്കൊണ്ടിരിക്കുമ്പോൾ കൈ പൊളിഞ്ഞ് തുന്നലിട്ടിരിക്കുക. ഞാൻ കൈയില്ലാണ്ട് ഞാൻ അങ്ങനെ പണിയെടുക്കും. അപ്പോൾ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവണം. കുപ്പിക്ക് പൈസ ഈടാക്കുക, അത് നല്ലൊരു വശമാണ്. അപ്പോൾ അവർ ഉടക്കില്ല, ചിലപ്പോൾ ഇത് പറക്കി ചിലപ്പോൾ കുടിക്കാൻ നടക്കും. അങ്ങനെ ഗുണമുണ്ട്. അപ്പോൾ അങ്ങനെ വേറെ എന്തെങ്കിലും ഗവൺമെൻറ് ഇടപെട്ട് എന്തെങ്കിലും ചെയ്താൽ കർഷകർക്ക് വളരെ ഉപകാരമാണ്. സമീപത്തുള്ള ബിവറേജ് ഔട്ട്ലെറ്റിൽ നിന്നും മദ്യം വാങ്ങി പാടശേഖരങ്ങളുടെ പലയിടങ്ങളിലും വന്നിരുന്ന മദ്യപിക്കുന്ന സംഘങ്ങൾ ഇവിടെ പതിവാണെന്ന് കർഷകർ പറയുന്നു. ആളൊഴിഞ്ഞ പാടശേഖരങ്ങളിൽ വന്ന് മദ്യപിക്കുന്നവരോട് അരുതെന്ന് പറയാൻ പോലും കർഷകർക്ക് ഭയമാണ്. ഇവിടെ മദ്യം കൊടുക്കുന്നതിനോ ആൾക്കാർ കുടിക്കുന്നതിനോ നമുക്ക് എതിരില്ല. പക്ഷേ ഇവിടെ കുടി കഴിഞ്ഞ ബോട്ടിൽ കൂടുതൽ ബീർ ബോട്ടിലാണ് പൊട്ടിച്ച് കളയുന്നത്. അപ്പോൾ അതിന് ശാശ്വത പരിഹാരം ഞങ്ങൾ പറയാനുള്ളത്, ഒന്നുകിൽ ടിന്ന് ബീർ കൊടുക്കുക. ഞങ്ങളിതിന് മുമ്പ് 2-3 വർഷം മുമ്പൊക്കെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്തു. 2 ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്, ഇവിടെ വലിച്ചെറിയെന്ന് പറഞ്ഞിട്ട്. പക്ഷെ കാര്യമൊന്നുമില്ല, അതൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിന് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. പാടത്ത് മേയാൻ വിടുന്ന കന്നുകാലികൾക്കും കാലിൽ കുപ്പിച്ചില്ല് തറച്ച് പരിക്ക് പറ്റുന്നത് വർദ്ധിച്ചിരിക്കുകയാണ്. ഇതുമൂലം കന്നുകാലികളെ പാടത്തേക്ക് മേയാൻ വിടുന്നത് വലിയ ആശങ്കയോടെയാണെന്ന് ക്ഷീരകർഷകൻ പറയുന്നു. ഞാൻ ഡെയിലി ഇവിടെ ഈ പാടത്തുകൂടെ എരുമകളെ തീറ്റാൻ കാലങ്ങളായിട്ട് കൊണ്ടുവന്നത്. മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും ഒരു മാടിനെങ്കിലും കാല് പൊളിയാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി ഇത് ന്യൂസിൽ ഞങ്ങൾ കൊടുത്തതാണ്. എന്നിട്ടും ഒരു പരിഹാരമില്ല. വേനൽക്കാലം വരുമ്പോൾ തീ ഇട്ടുമ്പോഴാണ് കുപ്പിര മൂടി കാണുള്ളൂ. അത് അതിഗംഭീര പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ശാശ്വത പരിഹാരം വേണം. മദ്യപ സംഘങ്ങൾ ചില്ലുകുപ്പികൾ പാടത്തെറിയുന്നത് ഒഴിവാക്കാൻ നടപടിയെടുക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. പാടശേഖരങ്ങളിൽ പാഴ്വസ്തുക്കളും മാലിന്യങ്ങളും വലിച്ചെറിയുന്നതിന് പുറമെയാണ് ചില്ലുകുപ്പികൾ കൊണ്ടുള്ള ക്രൂര വിനോദം നടക്കുന്നത്. ഇതിന് പരിഹാരമുണ്ടാകണമെന്ന് കേരള കർഷക സംഘം പറപ്പൂക്കര മേഖലാ സെക്രട്ടറി ഷാജു കോമ്പാറക്കാരൻ ആവശ്യപ്പെട്ടു. ഇവിടെ സങ്കടകരമായ ചില കാഴ്ചകളാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. മുന്നും ഇത് റിപ്പോർട്ട് ചെയ്ത് പോയിട്ടുള്ളതാണ്. ആ സമയത്തൊക്കെ ചെറിയ പരിഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ 2-3 ദിവസങ്ങളിൽ മാരകമായ ചില കർഷകർക്ക് ചില പരിക്കുകളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സന്ധ്യ വൈകുന്ന സമയങ്ങളിൽ ആളുകൾ കൂട്ടമായി വന്ന് ഔട്ട്ലെറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി കഴിഞ്ഞിട്ട് ബോട്ടിൽ കൊണ്ടുവന്ന് പ്രാന്തപ്രദേശങ്ങളിൽ ഇതിൻ്റെ അരികിലിരുന്ന് മദ്യപിച്ച് ആ കുപ്പികൾ അങ്ങനെ കണ്ടത്തിലേക്ക് വലിച്ചെറിയാണ്. ടില്ലറുകാരന് പരിക്കേൽക്കും, ശേഷം വരുന്ന പുല്ല് വാരാൻ വരുന്ന സ്ത്രീകൾക്ക് പരിക്കേൽക്കും, നടാൻ വരുന്ന ബംഗാളികൾ അല്ലെങ്കിൽ കൃഷിക്കാർക്ക് അവർക്ക് പരിക്കേൽക്കും. സങ്കടകരമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ശാശ്വതമായ പരിഹാരം കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇവിടെ ഒരു ബീറ്റ് സംഘടിപ്പിക്കുകയാണെന്ന് വെച്ചാൽ ഒരു പട്രോളിംഗ് നടക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വൈകുന്നേരങ്ങളിൽ അതൊന്ന് കുറയും. അതുപോലെ തന്നെ എക്സൈസും മറ്റുള്ള ആളുകളും ഈ കാര്യത്തിൽ ഇടപെടണം എന്നാണ് കേരള കർഷക സംഘം സെക്രട്ടറി നൽകി എനിക്ക് പറയാനുള്ളത്. വിഷയം ചൂണ്ടിക്കാട്ടി പുതുക്കാട് പോലീസിൽ 2 വർഷം മുൻപ് പരാതി നൽകുകയും റോഡരികിൽ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. എങ്കിലും പാടത്ത് ചില്ലു വിതയ്ക്കുന്ന മദ്യപ സംഘങ്ങളുടെ മനസ്സാക്ഷിയില്ലാത്ത ക്രൂരതയ്ക്ക് തടയിടാൻ ഇനിയും സാധിച്ചിട്ടില്ല. ദയവ് ചെയ്ത് മദ്യം പ്ലാസ്റ്റിക് കുപ്പികളിൽ വിതരണം ചെയ്യുക. കുറഞ്ഞപക്ഷം ബിയറെങ്കിലും ടിൻ കണ്ടെയ്നറുകളിൽ വിതരണം ചെയ്യുക. ചില്ലുകുപ്പി ദയവ് ചെയ്ത് ഉപേക്ഷിക്കണം എന്നാണ് കർഷകർക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്. കാരണം മറ്റൊന്നുമല്ല, മാപ്രാണം നന്ദിക്കര റോഡിന്റെ ഇരുഭാഗങ്ങളിലുമായിട്ടുള്ള വെസ്റ്റ് ധനുകുളം കർഷക സമിതിയും കോന്തിപ്പുലം കർഷക സമിതിയും നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ് പാടശേഖരങ്ങളിൽ പൂഴ്ന്നു കിടക്കുന്ന ഇതുപോലുള്ള പൊട്ടിയ ചില്ലുകുപ്പികൾ. ഇത് കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും കൈകളിലും കാലുകളിലും ഉണ്ടാക്കുന്ന വലിയ മുറിവുകൾ ആഴ്ചകളെടുത്താണ് പലപ്പോഴും ഉണങ്ങുന്നത്. ഇനി ഷുഗർ ഉള്ളവരാണെങ്കിൽ അത് മാസങ്ങളെടുത്താണ് ഉണങ്ങുന്നത്. ഇത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്.
ഇവിടെ വന്നിരുന്ന് മദ്യപിച്ചു പോകുന്ന കുടിയന്മാർ ചെയ്യുന്ന വലിയ ഉപകാരം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കുപ്പികൾ പാടത്തേക്ക് വലിച്ചെറിഞ്ഞ് ട്രാക്ടർ പോകുമ്പോൾ അത് പൊട്ടി കർഷകരുടെ കാലുകളിലും കൈകളിലും വലിയ മുറിവാണ് ഉണ്ടാക്കുന്നത്. ഒന്നോർക്കണം, ഈ ചേറിൽ നിന്നാണ് നമുക്കൊക്കെ ചോറുണ്ടാകുന്നത്. ഇവിടെ ചോറൊരുക്കുന്ന കർഷകന്റെ കാലുകളിൽ ചോര പുരളാതിരിക്കാൻ അപേക്ഷിക്കുകയാണ് അധികാരികൾക്ക് മുന്നിൽ. ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്.